നമ്മൾ ചിലർക്കെങ്കിലും ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണല്ലേ, ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ആക്ച്വലി നമുക്ക് പെട്രോൾ ആൻഡ് ഡീസൽ എൻജിൻസ് സെപ്പറേറ്റ് ആവശ്യം? ഒരെണ്ണം മാത്രം പോരെ അല്ലേ? എന്തിനാണ് നമുക്ക് നമ്മൾ കാണും ചില വണ്ടിക്കകത്ത് എന്തുണ്ടാവും, പെട്രോൾ എഞ്ചിൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താവും ചില വണ്ടി ഡീസൽ എഞ്ചിൻ ആയിരിക്കും അല്ലേ? ഇപ്പോൾ EVs ഒക്കെ വന്നിട്ടുണ്ട്, നമുക്കത് മാറ്റി നിർത്താം, പെട്രോളിനും ഡീസലിനും കാര്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് ആക്ച്വലി രണ്ടെണ്ണം എന്തിനാ, ഒരെണ്ണം പോരെയെന്ന് ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിലവരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ വരും സാറേ എനിക്ക് ഡൗട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ കമൻറ്റ് ഇപ്പോൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഞങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എത്ര പേർക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെന്ന്. എൻ്റെ ചെറുപ്പത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തിനാണ് ആക്ച്വലി പെട്രോളും ഡീസലും സെപ്പറേറ്റ് ആയിട്ട് ആവശ്യം? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ടൊന്ന് നോക്കാം. അപ്പോൾ ലെറ്റ്സ് റെക്കോർഡ്. വെൽക്കം ബാക്ക് ടു എക്സാം വൈ ലേണിംഗ്. അപ്പോൾ ഒരു ചെറിയൊരു സിനാരിയോ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമാജിൻ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യുക, നമ്മുടെ ബൈക്ക് ഉപയോഗിക്കുന്നതാണ് പെട്രോളാണ്, അതുപോലെ കാറും പെട്രോൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, പിന്നെന്താ ട്രക്കും ബസ്സൊക്കെ പെട്രോൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വിചാരിക്കാം. എന്താ, ഡീസലേ ഇല്ല, നമ്മൾ പെട്രോൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു സിനാരിയോ എന്തെളുപ്പം അല്ലേ? പെട്രോൾ മാത്രമേ ഉള്ളൂ, നോ മോർ കൺഫ്യൂഷൻസ്. പെട്രോൾ പമ്പിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേറെ ആൾ വണ്ടിയൊക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അറിയില്ലല്ലോ ഡീസലാണോ പെട്രോൾ ആണോ. അപ്പോൾ നമ്മൾ വിളിച്ചു ചോദിക്കും, എടാ അത് ഡീസലാണോ, എടാ ഇത് പെട്രോൾ ആണോ എന്ന് ചോദിച്ചു നോക്കൂല. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നേരെ പമ്പിൽ പോകുന്നു, പെട്രോൾ മാത്രം അടിക്കുന്നു, ഭയങ്കര ഹാപ്പി, നോ മോർ കോംപ്ലക്സിറ്റി. അപ്പോൾ പിന്നെ എന്തിനായിരിക്കും എഞ്ചിനീയേഴ്സ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചേ? എഞ്ചിനീയേഴ്സ് ഇത്രയും കോംപ്ലക്സ് ആക്കേണ്ട കാര്യം എന്താ? എന്തെങ്കിലും റീസൺ കാണൂലേ? ഓക്കെ, നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ സിനാരിയോ എങ്ങനെയാണ്, രണ്ടാൾക്കാർ, 2 people. ഒരാൾ എന്താണ്, ഒരു സ്റ്റുഡൻ്റ് ആണ്, ആൻഡ് മറ്റൊരാൾ എന്താണ്, ഒരു വർക്കറാണ്. എന്താ വ്യത്യാസം? സ്റ്റുഡൻ്റ് എടുക്കുന്നത് എന്താണ്, ഒരു സ്കൂൾ ബാഗാണ് അല്ലേ? ആൻഡ് എന്താണ്, വർക്കർ എടുക്കുന്നത് ഒരു അർബനാണ്. ഈ സാധനത്തിന് ഞാൻ അർബനാന്നാണ് പറയുന്നത്, നിങ്ങൾ എന്താ പറയുന്നത്, എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് നോക്കാം. ആൻഡ് വെൽക്കം. എന്താണ് ക്വസ്റ്റ്യനകത്തോട്ട് തിരിച്ചു വരികയാണെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, എന്താണ് ആക്ച്വലി ഇവിടെ അവരെ വ്യത്യസ്തമാക്കുന്ന, ആർക്കാണ് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യമുള്ളത്? ക്വസ്റ്റ്യൻ എന്താ, ഹൂ നീഡ്സ് മോർ സ്ട്രെങ്ത്, സ്റ്റുഡൻറ്റിനാണോ അതോ ഈ അർബൻ എടുക്കുന്ന വർക്കറിനാണോ? ഇത് കമൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ, ഒബ്വിയസ് ആണ്, വർക്കറിന് തന്നെയാണ് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യം അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം. നമ്മൾ പലപ്പോഴും എൻജിൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, എൻജിൻ എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും എന്താണ് ചിന്തിക്കാറ്, സ്പീഡ് എന്നാണ് ചിന്തിക്കാറ് അല്ലേ? പല ആൾക്കാരും എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ്, ഇപ്പോൾ ലംബോർഗിനി, ഫെറാറി എന്നൊക്കെ പറഞ്ഞ സ്പീഡ് അല്ലേ, അതിൻ്റെയൊക്കെ എഞ്ചിൻ എന്താണ്, സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീഡ് എന്നാലേക്കും. പക്ഷെ ആക്ച്വലി എഞ്ചിനീയേഴ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അവർ ചിന്തിക്കുന്നത് സ്പീഡിൻ്റെ ടേംസിലല്ല, അവർ ചിന്തിക്കുന്നത് ഒരു എഞ്ചിന് എത്ര ലോഡിനെ വലിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, വിച്ച് മീൻസ് എന്താണ്, പുള്ളിംഗ് പവർ എത്ര ഉണ്ട്. ആൻഡ് ആ പുള്ളിംഗ് പവർ നമ്മൾ പറയുന്ന പേരാണ് ടോർക്ക്. അപ്പോൾ ഒരു എഞ്ചിന് എത്ര ടോർക്ക് ഉണ്ട് എന്നാണ് എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, സ്പീഡ് നമ്മൾ പറഞ്ഞു അല്ലേ, ആൻഡ് ടോർക്ക്. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ വാഹനങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, വലിയ ടോർക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ എന്താണ് ഒരു ബൈക്ക് ഓടിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ബൈക്ക് ആക്ച്വലി 2 പേര് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ട്രിപ്പിളൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ടാകാം, അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബൈക്ക് ആക്ച്വലി ഐഡിയലി എന്തിനാണ്, 2 പേർക്ക് പോകാനുള്ളതാണല്ലേ ബൈക്ക്. സോ എന്നാൽ ബസ് അങ്ങനെയാണോ? അല്ലല്ലേ, ബസ് എന്തിനാണുള്ളത്, 60 പേര് അല്ലെങ്കിൽ 50 പേരൊക്കെ എന്ത് ചെയ്യും, ബസ്സിനകത്ത് ഒരുമിച്ച് അങ്ങ് പോകും. അപ്പോൾ എന്താ, കുറേ വെയിറ്റ് എടുക്കേണ്ടി വരും അല്ലേ? ആൻഡ് ട്രക്കാണെങ്കിലോ, ട്രക്കാണെങ്കിൽ വലിയ വെയിറ്റ്, ടണ്ണ് കണക്കിന് വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, അവരെടുക്കുന്നുണ്ടാവും. വിച്ച് മീൻസ് ബൈക്കും ട്രക്കും അല്ലെങ്കിൽ ബസ്സും എന്താണ്, വേറെ പർപ്പസിനാണ്. ബൈക്ക് ചെറിയ ആവശ്യങ്ങൾക്കാണ്, ആൻഡ് എന്താണ് ബസ്സും അതുപോലെ ട്രക്കും എന്താണ് വലിയ ആവശ്യങ്ങൾക്കാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ബൈക്കിനെ പോലെ അല്ല, ട്രക്കിനൊക്കെ കൂടുതൽ ടോർക്ക് അല്ലെങ്കിൽ എന്താണ് പുള്ളിംഗ് പവർ ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ബൈക്ക് ആയിട്ട് എന്താണ് ഒരു കയറ്റം കയറുകയെന്ന് വിചാരിക്കും. അപ്പോൾ കയറ്റം കയറുന്ന സമയത്ത് കയറ്റം കയറുന്നതോറും എന്ത് ചെയ്യും, നമ്മൾ പറയില്ല ഗിയർ ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്, അപ്പോൾ 3rd ഗിയറിലാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും, 2nd ആക്കും, പിന്നീട് ഫസ്റ്റിലോട്ടാക്കും. വിച്ച് മീൻസ് ടോർക്ക് കൂടുതൽ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ഗിയർ ഡൗൺ ചെയ്തു, അങ്ങനെ കൂടുതൽ ടോർക്ക് എടുക്കും. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ടോർക്ക് കൂടുതൽ വേണം. ആൻഡ് ഒരു കാര്യം കൂടെ പറയാം, ഈ എൻജിൻസിൻ്റെ എഫിഷ്യൻസി പറഞ്ഞാൽ എന്താ, എത്ര കുറച്ച് എമൗണ്ട് ഓഫ് പെട്രോൾ അല്ലെങ്കിൽ ഡീസലിനകത്ത് എത്ര ദൂരം ഓടാൻ പറ്റും, വിച്ച് മീൻസ് നത്തിങ് ബട്ട് മൈലേജാണ് പറയുന്നത് അല്ലേ? അപ്പോൾ
ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഡീസൽ എൻജിൻസിനാണ് ആക്ച്വലി എന്തുള്ളത് കൂടിയ മൈലേജും അതുപോലെ തന്നെ കൂടുതൽ ടോർക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വലിയ വലിയ വണ്ടിക്കകത്തൊക്കെ എന്ത് ചെയ്യുന്നത് ഡീസൽ ഉപയോഗിക്കുന്നത്. അതെന്താ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൈലേജിൻ്റെ കാര്യം പറഞ്ഞല്ലേ. അപ്പോൾ പെട്രോളിനകത്ത് നമ്മളിപ്പോൾ ഉദാഹരണം, ഇത് കറക്റ്റ് നമ്പേഴ്സ് ഒന്നും അല്ല, ഉദാഹരണം 1 ലിറ്റർ പെട്രോൾ നിങ്ങൾ അടിച്ചു വിചാരിക്കും, നിങ്ങൾക്കൊരു 100 ലിറ്റർ 1 ലിറ്റർ ലിറ്റർ പെട്രോൾ അടിച്ചു. അപ്പോൾ അങ്ങ് എന്ത് ചെയ്യുന്നിട്ട് 100 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയം നിങ്ങൾ 1 ലിറ്റർ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 130 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് വെറുതെ നമ്പേഴ്സ് പറഞ്ഞാണ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ബൈക്കൊക്കെ എന്താണ്, നമ്മൾ സാധാ സിറ്റി പർപ്പസിനാണ് അല്ലേ, നമ്മൾ അടുത്തുള്ള ടൗണിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വരാണ്, ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസിനാണ് അല്ലേ. എന്നാൽ ട്രക്ക് അങ്ങനെയാണോ? അല്ല, വലിയ വലിയ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പല സ്റ്റേറ്റും പല സ്റ്റേറ്റ്സിൽ നിന്ന് വേറെ സ്റ്റേറ്റ്സിനകത്തോട്ട് എന്ത് ചെയ്യും സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ട്രക്കൊക്കെ ഉപയോഗിക്കുന്നത്. അതല്ലാണ്ട് ഞാനിപ്പോൾ ഒരു ലോറി എടുത്ത് എൻ്റെ വീട്ടിൽ നിന്നൊരു ഞാൻ ബൈക്ക് എടുക്കുന്നതിന് പകരം ഞാൻ ലോറി എടുത്തിട്ട് അങ്ങാടി പോയിട്ട് കുറച്ച് പച്ചക്കറി മീനും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുമോ? ഇല്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ട്രക്കിനകത്തൊക്കെ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ആണ്. വിച്ച് മീൻസ് എന്താണ്, അവർക്ക് ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. മൈലേജ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരെന്ത് നോക്കും, അവർക്ക് എത്ര കോസ്റ്റ് എത്ര കുറയ്ക്കാൻ പറ്റും എന്ന് അവർ എന്ത് ചെയ്യും ചെക്ക്. ഇപ്പോൾ ഒരു വലിയ കമ്പനിക്ക് എന്തുണ്ടാവും, ഒരുപാട് ലോറീസ് ഒക്കെ ഉണ്ടാവും, ലോജിസ്റ്റിക്സ് ഒക്കെ നടത്തുന്ന കമ്പനീസിനാണെങ്കിൽ എന്ത് ചെയ്യും ഒരുപാട് ലോറീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ കോസ്റ്റ് നല്ല പോലെ എന്ത് ചെയ്യേണ്ടി വരും, സേവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ബൈക്കിനെ പോലെയല്ല ട്രക്കിനകത്തൊക്കെ ഡീസലാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിന് മൈലേജ് കൂടുതലാണ്. അതുപോലെ നമ്മൾ വേറെ കാര്യം കൂടി പറഞ്ഞു, എന്താണ് ടോർക്ക് കൂടുതലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ എല്ലാവർക്കും ഡീസൽ അങ്ങ് വെച്ചാൽ പോരെ. ഡീസൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കൂടുതൽ ടോർക്കും കിട്ടും, അതുപോലെ എന്താണ് മൈലേജും കിട്ടും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ പെട്രോൾ വെഹിക്കിൾസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീസൽ വെഹിക്കിൾസ് കുറച്ച് സൗണ്ട് കൂടുതലായിരിക്കും, നോയ്സ് ഉണ്ടാവില്ലേ. അവർക്ക് എന്തായിരിക്കും കുറച്ചും കൂടി വൈബ്രേഷൻ ഉണ്ടാവും, കുറച്ചും കൂടി നോയ്സ് പുറത്തോട്ട് അധികം സൗണ്ട് വരുന്ന ഡീസൽ വെഹിക്കിൾസിലായിരിക്കും. അപ്പോൾ അത് ഡീസലിൻ്റെ എന്താണ് ഡീമെറിറ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണഗതി പർപ്പസിന് എന്ത് ചെയ്യുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഇവിടെ ഒന്ന് എന്താക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻസ് ഹെവിയർ എഞ്ചിൻസ് ആണ്. ചെറിയ വണ്ടിക്കൊന്നും ഒരിക്കലും എന്താണ് ഡീസൽ എഞ്ചിൻ്റെ ആവശ്യകത ഇല്ല എന്നാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ മോർ നോയ്സ് നമ്മൾ പറഞ്ഞു, ആൻഡ് എന്താണ് മോർ വൈബ്രേഷൻ നമ്മൾ പറഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഉദാഹരണം കൂടെ പറയാം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ചെടി കുഴിച്ചിടണം. ചെടി കുഴിച്ചിടുന്ന സമയത്ത് നിങ്ങൾ സാധാരണ എന്താ ചെയ്യുന്നത്, കൈ കൊണ്ട് ചെറിയൊരു കുഴി എടുക്കുന്നു, അതുപോലെ ചെടി വെക്കുന്നു. അതിന് വേണ്ടി നിങ്ങൾ JCB വിളിക്കുമോ? ഇല്ല. അപ്പോൾ ഓരോ കാര്യത്തിനും എന്തുണ്ട്, അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. അപ്പോൾ വലിയ ആവശ്യങ്ങൾക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, വലിയ മെഷീൻസ് ഒക്കെ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചെറിയ ആവശ്യങ്ങൾക്ക്, ചെറിയ ആവശ്യം മീൻസ് നമ്മുടെ എന്തായാലും ചിലപ്പോൾ മോട്ടോർ സൈക്കിൾ ആവാം, അതല്ലെങ്കിൽ സ്പോർട്സ് കാർ, സിറ്റി കാർ, അങ്ങനെ ചെറിയ ചെറിയ വെഹിക്കിൾസ്, അതായത് ചെറിയ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യും നമ്മൾ ബേസിക്കലി പെട്രോൾ എഞ്ചിൻസ് ആണ് ഉപയോഗിക്കുന്നത്. പെട്രോൾ എഞ്ചിൻസിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പീഡാണ് അവർ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ എന്താണ് സ്മൂത്ത് പെർഫോമൻസ് ആയിരിക്കും പെട്രോൾ എഞ്ചിൻസ് തരുന്നത്. എന്നാൽ വലിയ വലിയ പർപ്പസ് ലൈക്ക് എന്താണ് ട്രക്ക്, ബസ്, അതുപോലെ എക്സ്കവേറ്റർ, മൈനിങ്ങിനകത്തൊക്കെ ചെയ്യുന്ന വലിയ വലിയ മെഷീൻസ് അവരൊക്കെ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്, ഡീസലായിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം എന്താ, ഓരോത്തിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പെട്രോളും ഡീസലും ഒക്കെ വരുന്നത് എന്താ, ഒറ്റ സെയിം സാധനത്തിൽ നിന്നാണ്, അതാണ് ക്രൂഡ് ഓയിൽ. അപ്പോൾ ക്രൂഡ് ഓയിൽ എങ്ങനെ കിട്ടുന്നതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വേറെ വീഡിയോ ഒക്കെ അകത്ത് ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ എന്താ ചെയ്താൽ മതി, താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ എങ്ങനെ വരുന്നതെന്ന് ഒന്ന് പറയാം. ഈ ഫോസിൽ ഫ്യൂൽ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പഴയ കാലത്ത് എന്താണ് പണ്ട് ഡിനോസേഴ്സ് ഒക്കെ താമസിച്ചിട്ടില്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, മരിച്ച് മണ്ണടിഞ്ഞിട്ട് അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ഫോസിൽ ഫ്യൂൽ ഒക്കെ എടുത്തിട്ട് എടുക്കുന്നതിന് പറയുന്ന പേരാണ്, ആ ഓയിലിന് പറയുന്ന പേരാണ് എന്ത്, ക്രൂഡ് ഓയിൽ. ആ ക്രൂഡ് ഓയിൽ എന്ത് ചെയ്യും, റിഫൈനറീസ്, നിങ്ങൾ എന്ത് ചെയ്യും, ഭാരത് പെട്രോളിയം, BPCL, HPCL എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലത്തെ കമ്പനീസ് ആ ക്രൂഡ് ഓയിൽ എന്ത് ചെയ്യും, അത് റിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ശുദ്ധീകരിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പെട്രോളും ഡീസലൊക്കെ കിട്ടും. അതിനെ പറ്റി വേറെ വീഡിയോ വേണമെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് പെട്രോളും ഡീസലൊക്കെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടും ഒരേ സാധനത്തിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, പെട്രോൾ സ്മൂത്ത് പെർഫോമൻസിനാണ്, അതുപോലെ ഫാസ്റ്റ് ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്, പിന്നെ ബെസ്റ്റ് ഫോർ ലൈറ്റർ വെഹിക്കിൾസ് പറഞ്ഞു. അതുപോലെ തന്നെ ഡീസൽ എന്താണ്, ഹൈ ടോർക്ക്, പുള്ളിംഗ് പവർ, ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി ആൻഡ് ബെസ്റ്റ് ഫോർ ഹെവി ലോഡ്സ് അത് പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ട് വേറെ സൊല്യൂഷൻസ് ഉണ്ട്. എല്ലാ പ്രശ്നത്തിനും ഒരേ സൊല്യൂഷൻ ആവും അല്ല, ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ, അതുപോലെ വേറെ പ്രശ്നത്തിന് എന്തുണ്ടാവും, വേറെ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ലൈഫിനകത്തും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ വേറെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ സ്റ്റുഡൻസ് ഒക്കെ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങളായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്, അവനവർക്ക് എന്താണ് സൊല്യൂഷൻ വേണ്ടത് നമുക്കറിയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് അറിയും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്താ വേണ്ടത് നമുക്കേ അറിയത്തുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ വേറെ കമ്പയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിർത്താം. അപ്പോൾ സോ ദാറ്റ്സ് ഓൾ. അടുത്ത വീഡിയോക്കകത്ത് നിങ്ങൾക്ക് മറ്റേ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ക്രൂഡ് ഓയിലിനെ കുറിച്ച് കുറേ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.